നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയമാണ് UPA സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. തൃപ്രയാറിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് MLAയുടെ നേതൃത്വത്തിൽ സ്നേഹ സഹകരണ സംഗമം നടത്തി. വയോജന ആരോഗ്യ സുരക്ഷ ലക്ഷ്യമാക്കി തളിക്കുളത്ത് പകൽ വീട് പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയമാണ് UPA സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. പെരിഞ്ഞനത്ത് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റുകൾ വൻതോതിൽ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു വെച്ച് നടത്തുന്ന ഊഹക്കച്ചവടവും അവധി വ്യാപാരവുമാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണം. തലസ്ഥാനത്ത് പോലും പെൺകുട്ടികൾക്ക് സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞില്ലെന്നും പിണറായി കുറ്റപ്പെടുത്തി. ഏത് തെറ്റായ കാര്യവും ചെയ്യുന്നതിന് ഒരു മനസാക്ഷിക്കുത്തുമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് രാജ്യത്താകെ ജനങ്ങൾക്കെതിരെയുള്ള കടുത്ത ദ്രോഹ നടപടികൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UPA ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി താങ്ങാനാവാത്ത വിലക്കയറ്റം അനുഭവിക്കുകയാണ്. വിലക്കയറ്റത്തിൻ്റെ ഭാഗമായി പൊറുതിമുട്ടിയ ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. എന്തുകൊണ്ടാണ് ഈ തോതിൽ വിലക്കയറ്റം ഉണ്ടാകുന്നത്? വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെൻറ് സന്നദ്ധമല്ല. അതിന് തയ്യാറായാൽ അവരുടെ ഏറ്റവും അടുത്ത ചങ്ങാതിമാർക്ക് വിഷമേൽക്കും, കോർപ്പറേറ്റുകൾക്ക് പ്രയാസമുണ്ടാകും. ഊഹക്കച്ചവടവും അവധി വ്യാപാരവും നമ്മുടെ രാജ്യത്തിലെ കോർപ്പറേറ്റുകളാണ് നടത്തുന്നത്. കോർപ്പറേറ്റുകളാണ് വൻതോതിലുള്ള വിലക്കയറ്റത്തിനിടയാക്കുന്നത്. കൃഷിക്കാരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങി. സംഘാടക സമിതി ചെയർമാൻ PK ആറുമുഖൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ ലൈബ്രറിയുടെ ഉദ്ഘാടനം നടത്തി. CO പൗലോസ് മാസ്റ്റർ ഫോട്ടോ അനാച്ഛാദനം നടത്തി. അമ്പാടി വേണു, CK ചന്ദ്രൻ, KS മുഹമ്മദ്, PK ചന്ദ്രശേഖരൻ, PM അഹമ്മദ്, NK രാമദാസ്, CM വേലായുധൻ, വൃന്ദ പ്രേംദാസ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കൊറ്റംകുളത്ത് നിന്ന് റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും ഉണ്ടായിരുന്നു. അച്ചഘട്ട ബ്രാൻഡില്ല ഏറ്റവും കുറയുന്ന വർഗീയതയുടെ ബേക്കോലങ്ങൾ
പുതുവത്സരത്തോടനുബന്ധിച്ച് MLA-യുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ നടത്തിയ സ്നേഹ സഹകരണ സംഗമം ശ്രദ്ധേയമായി. തൃപ്രയാർ പ്രിയദർശിനി ഹാളിൽ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സഹകരണ സംഗമം സംഘടിപ്പിച്ചത്. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ കേക്ക് മുറിച്ച് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗീതാ ഗോപി MLA അധ്യക്ഷയായി. ജില്ലാ കളക്ടർ PM ഫ്രാൻസിസ്, അന്തിക്കാട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TB ഷാജി, K ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PI ഷൌക്കത്ത് അലി, PR സുശീല, തൃപ്രയാർ ദേവസ്വം സെക്രട്ടറി MS കാശി വിശ്വനാഥൻ, വലപ്പാട് പള്ളി വികാരി ജോസ് എടക്കളത്തൂർ, സംവിധായകൻ ഷൈജു അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. സാഹചര്യത്തിൽ എല്ലാ നല്ല സൽപ്രവർത്തനങ്ങൾ നടത്താൻ, എല്ലാം നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ, നല്ലൊരു കാലഘട്ടത്തിലേക്ക് കാൽവെക്കാൻ, നല്ലൊരു ദിവസത്തിനായി ഒന്നിക്കാൻ എന്റെ മനസ്സ്, എന്റെ ശരീരം, എന്റെ കരങ്ങൾ അതിനായിരിക്കട്ടെ ഈ 2013 തുടക്കം എന്ന് മാത്രമാണ് ഞാൻ ഈ സാംസ്കാരിക പരിപാടികളോട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഒരു നേരത്തിന് ഭക്ഷണം പോലും കിട്ടാത്ത കുടുംബങ്ങൾ, വ്യക്തികൾ, സ്വന്തമായി തലചായ്ക്കാൻ കുടിലുകളില്ലാത്ത കുടുംബങ്ങൾ, തെരുവിലാന്തി ഉറങ്ങുന്ന വ്യക്തിത്വങ്ങൾ, ഉപരിപഠനത്തിന് മാർഗമില്ലാതെ അലയുന്ന വിദ്യാർത്ഥികൾ, കുടിവെള്ളത്തിനായി അന്വേഷിക്കുന്ന ഒട്ടേറെ ജനങ്ങളുടെ വിഷമങ്ങൾ. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ തിരുനാൾ ജനുവരി 5, 6, 7 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി മാസം 5, 6, 7 ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് ധനക തിരുനാള് ഇവിടെ ആഘോഷിക്കുന്നത്. വെണ്ടി പെരുന്നാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തിരുനാളിൻ്റെ അവസരത്തിൽ ഈശോയുടെ മാമോദീസ പ്രത്യേകമായിട്ട് അനുസ്മരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ക്രിസ്ത്യാനോസിൻ്റെ ഓർമ്മയും രക്തസാക്ഷിത്വവും ഓർക്കുന്ന അവസരം കൂടിയാണ് ഈ വെണ്ടി പെരുന്നാളിൻ്റെ അവസരം. ജാതി മത ഭേദം ഇരിങ്ങാലക്കുടയിൽ ആഘോഷിക്കുന്ന ധനക തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചതാണ്. ഈ വർഷത്തെ ധനക തിരുനാളിന് വിശ്വാസികൾക്ക് നൽകാനായിട്ട് 10,000 കണക്കിന് നേർച്ചപ്പൊരി പാക്കറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ തിരുനാൾ ഒരുക്കമായുള്ള നൊവേനകൾ ഡിസംബർ 28-ാം തീയതി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് ഈ വർഷം തിരുപ്പട്ടം സ്വീകരിച്ച ഓരോ വൈദികരാണ് മാറി മാറി വന്ന് ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരി 2 രാവിലെ 6:45 റവറന്റ് ഫാദർ ജോബി പൊഴോലിപ്പറമ്പിൽ തിരുനാളിന്റെ കൊടിയേറ്റം നിർവഹിക്കും. ദിവസവും വൈകിട്ട് 5 ലതീഞ്ഞ്, ദിവ്യബലി, നൊവേന എന്നിവ നടക്കും. ജനുവരി 5 വൈകിട്ട് 5 പള്ളി ചുറ്റി പ്രദക്ഷിണം, രൂപം എഴുന്നള്ളിച്ച് വയ്ക്കൽ, നേർച്ച, വെഞ്ചരിപ്പ് എന്നിവ നടക്കും. ഇരിങ്ങാലക്കുട രൂപത പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിൽ മുഖ്യ കാർമ്മികനാകും. റവറന്റ് ഫാദർ ഡോക്ടർ മാർട്ടിൻ കല്ലുങ്കൽ സന്ദേശം നൽകും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലി, സന്ദേശം എന്നിവ നടക്കും. മാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 3 തിരുനാൾ പ്രദക്ഷിണം, 7 മണിക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ റവറന്റ് ഫാദർ ജോബി പൊഴോലിപ്പറമ്പിൽ, ജനറൽ കൺവീനർ ജോസ് മാമ്പിള്ളി, തോമസ് തൊകലത്ത് എന്നിവർ പങ്കെടുത്തു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ 17ാം സംസ്ഥാന സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ച് സംസ്ഥാനത്തെ വിവിധ സെക്ഷൻ ഓഫീസുകളിൽ പതാക ദിനം ആചരിച്ചു. പെരിഞ്ഞനം KSEB സബ് ഡിവിഷനിൽ ജില്ലാ പ്രസിഡന്റ് KN രാമൻ പതാക ഉയർത്തി. മുൻ വൈസ് പ്രസിഡന്റ് രഘുനാഥ്, KK കാർത്തികേയൻ, PM ഷിനോജ്, NK പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഇലക്ട്രിസിറ്റി തൊഴിലാളികൾക്ക് മോചനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ് വർക്കേഴ്സ് ഫെഡറേഷൻ. അതുകൊണ്ട് തന്നെയാണ് പൊതുജന സേവനത്തിൻ്റെ ഒരു പ്രമുഖ സ്ഥാപനമായി സമൂഹ നന്മയ്ക്ക്, തൊഴിലാളികളുടെ ക്ഷേമത്തിന്, സർവോപരി കേരള നാടിൻ്റെ സർവ്വ ഐശ്വര്യത്തിനും ഇലക്ട്രിസിറ്റി ബോർഡ് പൊതുമേഖലയിൽ നിലനിർത്തണമെന്നുള്ള വർക്കേഴ്സ് ഫെഡറേഷൻ്റെ നിരന്തരമായ പോരാട്ടങ്ങളുടെ ഒരു ചെറിയൊരു തുടക്കമാണിത്. കാരണം കമ്പനിവൽക്കരണം ഡിസംബർ 31 ആര്യാടൻ മുഹമ്മദ് നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിന് ഇലക്ട്രിസിറ്റി മേഖലയിലെ തൊഴിലാളികൾ സമ്മതിക്കില്ല എന്നുള്ള കടുത്ത എതിർപ്പിൻ്റെ ഭാഗമായി അത് മാർച്ച് 31 മാറ്റിയിരിക്കുകയാണ്. ഇത് കമ്പനിവൽക്കരണത്തിനെതിരെ തൊഴിലാളികൾ നടത്തിയ ധീരോജനമായ സമരത്തിൻ്റെ ഒരു വിജയ പരിസമാപ്തി കൂടിയാണ് ഇത്.
പുതുവർഷാഘോഷത്തിന്റെ മറവിൽ ബേക്കറിക്ക് നേരെ ആക്രമണം. പുതിയകാവ് സെന്ററിന് സമീപം വാടയിൽ ജോജുവിന്റെ ഉടമസ്ഥതയിലുള്ള ബെസ്റ്റ് ബേക്കറിക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി അതിക്രമം നടന്നത്. ബേക്കറി വിഭവങ്ങൾ പ്രദർശിപ്പിക്കാനായി വെച്ചിരുന്ന ചില്ല അലമാര സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. കടയുടെ മുൻഭാഗത്ത് വെച്ചിരുന്ന അലമാര റോഡിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. സംഭവത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുതിയകാവ് യൂണിറ്റ് പ്രതിഷേധിച്ചു. സമിതി ഭാരവാഹികളും കടയുടമയും മതിലകം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇടവേള.